ഹലോ കൂട്ടുകാരെ, ഞാൻ കായംകുളത്ത് വീണ്ടും വന്നു. അവിടെ കായംകുളം സഹകരണ ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗമാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയത്. അപ്പം ഞാൻ എത്തി, നമ്മുടെ പൊതുയോഗം നടക്കുന്ന സ്ഥലത്തെത്തി. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഞാനിച്ചിരി നേരത്തെ ഇനി വന്നു. അപ്പോൾ അവിടുത്തെ ഒരു പൊതുയോഗത്തിൻ്റെ ഒരു മെമ്പർ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കണം. മനോഹരമായിട്ട് പാട്ട് പാടുന്ന ഒരു ചേച്ചിയാണത്. അപ്പം ചേച്ചിയുടെ പാട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നാലെ കാണും. എല്ലാവരും ഇത് വാച്ച് ചെയ്യണം കേട്ടോ. പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും തരണം. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ കാണാവേ. അപ്പോൾ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ആയിട്ടുള്ളത് ഒന്ന് രാകേഷ് ആണ്, രണ്ടാമതെന്ന് പറയുന്നത് ഓച്ചറച്ചന്ദ്രൻ. അദ്ദേഹം നിങ്ങളുടെ പഴയ സഹാരിയാണ്, കഴിഞ്ഞ ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുപോലെ അബ്ദുൾ റഹീം സാർ, അദ്ദേഹം NGO അസോസിയേഷൻ NGO യൂണിയനിൽ നിന്നും കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവായിട്ട് ഇരുന്ന് വിരമിച്ചിട്ടുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ് റഹീം സാർ. സ്വപ്ന മോഹൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകയാണ്, ആ നാടിന്റെ ആ വാർഡിലെ ഏറ്റവും നല്ലൊരു പ്രവർത്തകയാണ്, ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് കൂടിയാണ്. പിന്നെ ബിലോഷോസ് സാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പിന്നെ ആ മേഡം യഥാർത്ഥത്തിൽ നേരത്തെ ഈ ബോർഡിൽ ഉണ്ടായിരുന്നു, അത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വിനീത കാണാക്കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു ആഡിറ്റ് റിപ്പോർട്ടിന്റെ കാര്യം ചോദിച്ചു, അതാണ് രാജാണ് അങ്ങനെ. നമുക്ക് ബഡ്ജറ്റിനകത്ത് സപ്ലിമെൻ്ററി ബഡ്ജറ്റ് വന്നത് MDS ചിലവാണ്. നമ്മൾ ബഡ്ജറ്റിൽ വെച്ചേക്കുന്നത് 50 ലക്ഷം. ആദ്യമായി എൻ്റെ അഭ്യർത്ഥന അറിയിക്കുകയാണ്. മുഴുവൻ ജീവനക്കാരുൾപ്പെടെ എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആശംസകൾ നേരുന്നു.